മഞ്ചേശ്വരത്തിന് വേണ്ടിയുള്ള മത്സരത്തിൽ ഇത്തവണ BJP ഒരു പുതിയ ചിത്രം കൊണ്ടുവന്നിരിക്കുകയാണ്. കെ സുരേന്ദ്രൻ റോഡ് ഷോ നടത്തിയപ്പോൾ BJPയുടെ പ്രധാന നിറങ്ങൾക്ക് പുറമെ അദ്ദേഹം ധരിച്ചത് തുളുനാടൻ സംസ്കാരം വിളിച്ചോതുന്ന ഒരു മെറൂൺ ഷോളായിരുന്നു. തിരുവനന്തപുരവും പാലക്കാടും മാത്രമല്ല, കേരളത്തിന്റെ വടക്കേ അറ്റത്തും BJPക്ക് കരുത്ത് നിലനിർത്താൻ സാധിക്കും എന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നു. വികസനത്തെ പറ്റിയുള്ള സംസാരം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി മഞ്ചേശ്വരത്ത് കുറച്ച് കൂടുതലാണെന്ന് അദ്ദേഹം പറയുന്നു. അതുമാത്രമല്ല, മോദി സർക്കാർ കേന്ദ്രത്തിൽ ഉള്ളതുകൊണ്ട് ഒരുപാട് വികസന പദ്ധതികൾ മഞ്ചേശ്വരത്ത് കൊണ്ടുവരാൻ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മുസ്ലിം ലീഗിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ സ്ഥാനാർത്ഥിയായ AKM അഷ്റഫിന് 2 അപരന്മാർ ഇറങ്ങിക്കഴിഞ്ഞു. SDPI സ്ഥാനാർത്ഥിയുടെ പേരും അഷ്റഫ് KM എന്നാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അദ്ദേഹം മഞ്ചേശ്വരത്തുള്ള ആളുകളുടെ കൂടെ വെയിലത്തും മഴയത്തും സുഖത്തിലും ദുഃഖത്തിലും ഒന്നിച്ച് പ്രവർത്തിച്ചത് കൊണ്ട് അവർ തന്നെ കൈവിടില്ല എന്ന് AKM അഷ്റഫ് ഉറച്ചു വിശ്വസിക്കുന്നു. അതേസമയം CPMന്റെ സ്ഥാനാർത്ഥി KR ജയാനന്ദ പറയുന്നുണ്ട്, വർഗീയതയ്ക്കെതിരെ എന്നും നിന്നിട്ടുള്ള ഒരു മണ്ണാണ് മഞ്ചേശ്വരം. ഇടതുപക്ഷ മുന്നണിക്ക് വലിയ സപ്പോർട്ടുള്ള നാടും കൂടിയാണെന്ന്. ഒരു മിനി ഇന്ത്യ എന്ന രീതിയിൽ മഞ്ചേശ്വരത്തെ കണക്കാക്കാമെന്നും അദ്ദേഹം പറയുന്നു. കാരണം ഒരുപാട് ഭാഷകളുടെ ഒരു നാടും കൂടിയാണ്. ഇങ്ങനെ നാടിന്റെ ഓരോ കോണിനെ പറ്റിയും വിശദീകരിക്കുകയാണ് KR ജയാനന്ദ. അപ്പോൾ ഇത്തവണ മഞ്ചേശ്വരം ആര് കയ്യിലെടുക്കും? മണ്ഡലങ്ങളിലൂടെ സപ്പോർട്ടഡ് ബൈ ക്ലാസിക് ജ്വല്ലറി.